സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യക്കാരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് ഒരു നല്ല സ്റ്റേഡിയം. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലും ജിദ്ദയിലുമെല്ലാം വൻകിട വിനോദ പരിപാടികൾ വരുമ്പോഴെല്ലാം കിഴക്കൻ പ്രവിശ്യക്കാർക്ക് അത്തരമൊരു അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇനി കായിക വിനോദ മേഖലകളെ ഒന്നിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കിഴക്കൻ പ്രവിശ്യയിൽ ഒരു സ്റ്റേഡിയം ഒരുങ്ങുന്നത്. അരാംകോ സ്റ്റേഡിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി പറയുന്നത്. സൗദി അറേബ്യയുടെ ഖോബാർ നഗരത്തിൽ ഉയർന്നുവരുന്ന അരാംകോ സ്റ്റേഡിയം ഏഷ്യൻ കപ്പിനും വേൾഡ് കപ്പിനും മറ്റു കായിക മേളകൾക്കും വേദിയാകാൻ കിഴക്കൻ പ്രവിശ്യക്കാരെ ക്ഷണിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ കിഴക്കൻ പ്രവിശ്യക്കാർക്ക് നല്ലൊരു സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ല. അവിടെ അറേബ്യൻ ചുഴലിക്കാറ്റിന്റെ ചിത്രം പോലെ ഒരുങ്ങുകയാണ് അരാംകോ സ്റ്റേഡിയം. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ അരാംകോയുടെ പേരിട്ട ഈ സ്റ്റേഡിയം 2024 നിർമ്മാണം തുടങ്ങിയത്. അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കും. ഖോബാറിനും ദമാമിനും ഇടക്കുള്ള അതിർത്തിയോട് ചേർന്ന് 8 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് പദ്ധതി. അരാംകോയും സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ റോഷൻ കമ്പനിയും ചേർന്നാണ് നിർമ്മാണം. ലോക പ്രശസ്ത ഡിസൈൻ ഫേമായ പോപ്ലസിന്റേതാണ് ഡിസൈൻ. അറേബ്യൻ ഗൾഫിന്റെ തീരത്തെ വാട്ടർ വേർട്ടക്സിന്റെ അഥവാ ചുഴലിയുടെ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈനാണിത്. സ്പൈറൽ മോട്ടിഫുകളും തരംഗരൂപങ്ങളും സഹിതമുള്ള ബാഹ്യഭാഗം പ്രകൃതിയുടെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്. 47,000 സീറ്റുകളുള്ള ഈ സ്റ്റേഡിയം വൻകിട വിനോദ ഇവന്റുകൾക്കും വേദിയാക്കാം. സീറ്റിംഗ് 47,000 ആണെങ്കിലും ആവശ്യമെങ്കിൽ 55,000 വരെ വികസിപ്പിക്കാം. ഈ കൗതുകം കണ്ടാണ് ഖോബാറിലേക്കുള്ള ഹൈവേ മലയാളികളും കടന്നു പോകാറ്. എല്ലാ സീസണിലും വളരെ വ്യവസ്ഥാപിതമായി 11 ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആഴ്ചയിലും ഇടവേളകളില്ലാതെ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് സൗദി അറേബ്യയിൽ കിഴക്കൻ പ്രവിശ്യ. ഇത്തരത്തിലുള്ള ഒരു ആവേശത്തോടു കൂടെ 2027 വരുന്ന ഏഷ്യ കപ്പ്, അത് 2034 വേൾഡ് കപ്പിന് മുന്നോടിയായി വരുന്ന ഏഷ്യ കപ്പ്, അതിനുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മുടെ കിഴക്കൻ പ്രവിശ്യയിൽ അരാംകോ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നു. വളരെ ഗംഭീരമായ വളരെ മനോഹരമായ സ്റ്റേഡിയം ഇവിടെ പണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ആവേശത്തോടു കൂടെ നമ്മളെല്ലാവരും വേൾഡ് കപ്പിനെ വരവേൽക്കാൻ നിൽക്കുകയാണ്. ആധുനിക പരിസ്ഥിതി സൗഹൃദ സ്വഭാവത്തിലാണ് നിർമ്മാണം. വിൽപ്പന കേന്ദ്രങ്ങൾ, പൊതു ഇടങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവക്കൊപ്പം കമ്മ്യൂണിറ്റി സ്പോർട്സ് ഫെസിലിറ്റികളും ഉണ്ടാകും. ഫലത്തിൽ ഇത് സ്റ്റേഡിയത്തെ ഒരു മൾട്ടിപർപ്പസ് ഹബ്ബാക്കി മാറ്റുന്നു. എന്നുവെച്ചാൽ കളി കഴിഞ്ഞ് സ്റ്റേഡിയം പൊളിച്ചു കളയേണ്ട സ്ഥിതി സൗദിയിൽ ഉണ്ടാകില്ല. സൗദി അറേബ്യയുടെ മണ്ണ് ദമാം ഫുട്ബോളിൻ്റെ ആരവങ്ങൾക്ക് കാതോർക്കുന്നത് 2027 ഈസ്റ്റേൺ പ്രൊവിൻസിൽ അരാംകോ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ഏഷ്യ കപ്പിൻ്റെ തുടക്കത്തോടു കൂടിയാണ്. പ്രവാസ ലോകത്തു നിന്നും ഇന്ത്യൻ സമൂഹം, പ്രശസ്ത ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിനെല്ലാം നോക്കിക്കാണുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് നൽകി വരുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന ഫുട്ബോളിനെ ജനകീയവൽക്കരിക്കാനും അതുപോലെ തന്നെ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഗവൺമെൻറ് മുൻകൈ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പ്രദർശിച്ച് കണ്ടുവരുന്നുണ്ട്. ഈ ഫുട്ബോൾ ആരവങ്ങളെല്ലാം നമ്മൾ വിരൽ ചൂണ്ടുന്നത് 2034 ലോകകപ്പ് ഫുട്ബോൾ വേദി എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ ആകാംക്ഷയോടെയാണ് ഞങ്ങളടക്കമുള്ള ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹവും ഈ രാജ്യത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ കാൽപന്ത് പ്രേമികളെല്ലാം രാജ്യത്തിൻ്റെ ഫുട്ബോളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു മഹാമാമാങ്കം 2027 ഏഷ്യ കപ്പും 34 വേൾഡ് കപ്പും ഒരു ഉത്സവം തന്നെ പ്രതീതിയായിരിക്കും സൃഷ്ടിക്കുക. മാത്രവുമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഖത്തറിൽ നടന്നതിനേക്കാൾ വിഭിന്നമായി തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടൂർണമെൻ്റ് ആയിരിക്കും 2034 നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പണ്ട് മുതലേ ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേക ആരാധകനാണ്, ഫുട്ബോൾ കളിക്കാരനാണ്. ഈ 37 വർഷവും ഈ സൗദി അറേബ്യയിൽ നമുക്ക് സ്വന്തമായിട്ട് ക്ലബ്ബുകളുണ്ട്. ഇവിടെ ഈ ഡിഫയുടെ എല്ലാ നിലനിൽപ്പിലും നമ്മുടെ
പ്രതിച്ഛായ ചേർത്തിട്ടുണ്ട്. ഫുട്ബോൾ ഒരു കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആവേശം തന്നെയാണ് ഈ വേൾഡ് കപ്പും ഏഷ്യ കപ്പും ഒക്കെ കാണണമെന്നുള്ള ആഗ്രഹം. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അരാംകോ സ്റ്റേഡിയം അൽഖാദിസിയ ഫുട്ബോൾ ക്ലബിന്റെ ഹോം ഗ്രൗണ്ടും ആയേക്കും. 1967 മുതൽ സൗദി പ്രോ ലീഗിന്റെ ഭാഗമായ ഖാദിസിയ ക്ലബിനെ നേരത്തെ അരാംകോ ഏറ്റെടുത്തിരുന്നു. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചിലവ് ഏകദേശം $390 മില്യൺ ആണ്. ഏകദേശം 1470 കോടി ഇന്ത്യൻ രൂപ. സൗദി സ്പോർട്സ് മന്ത്രാലയം 2023 ആകെ $3 ബില്യൺ പുതിയ കായിക മേഖലയിലേക്ക് ഇറക്കിയത്. അതിൽ ഈ പദ്ധതിയും ഉൾപ്പെട്ടിരുന്നു. റോഷനും അരാംകോയും ചേർന്നുള്ള പാർട്ട്ണർഷിപ്പ് ഫണ്ടിംഗ് എളുപ്പത്തിലാക്കി. കായിക മേഖലയിൽ അരാംകോ സ്റ്റേഡിയം വരുന്നത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. 2022 വേൾഡ് കപ്പിന് ശേഷം ഏഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് 2027 ഏഷ്യ കപ്പും അതേപോലെ തന്നെ 2034 വരാനിരിക്കുന്ന വേൾഡ് കപ്പ്. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാൽപന്ത് പ്രേമി എന്ന നിലക്ക് ഈ വരുന്ന വലിയ ഒരു കാൽപന്ത് കളിയുടെ മാമാങ്കത്തെ വരവേൽക്കാൻ പ്രവാസികൾ ഒന്നടങ്കം വളരെ ആവേശത്തോടു കൂടിയാണ് ഇതുപോലുള്ള ചെറിയ വലിയ ടൂർണമെൻറ്റുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ജനകീയമായ വലിയൊരു ടൂർണമെൻറ്റാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് നേരിൽ കാണാനുള്ള വലിയ രാജ്യാന്തര താരങ്ങളെ നേരിട്ട് കാണാനും അവരുടെ കളികളെ അടുത്തറിയാനും കഴിയുന്ന വലിയൊരു സന്തോഷ നിമിഷത്തിലാണ് പ്രവാസികൾ. സൗദി അറേബ്യയെ ആഗോള കായിക കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഓരോ സ്റ്റേഡിയങ്ങളും. അത് കണ്ട് പ്രവാസികളും കാത്തിരിപ്പാണ്. ഇവിടെ വേൾഡ് കപ്പ് വരിക എന്ന് പറയുമ്പോൾ 2034 വേൾഡ് കപ്പ് ഓൾറെഡി ഇവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ കേരളീയർ കണ്ടിട്ടുണ്ടായിരുന്ന ലോകകപ്പ് അരങ്ങേറിയിട്ടുള്ളത്. ഇനി സൗദി അറേബ്യയിൽ 2034 പോകുന്ന അതായിരിക്കും ഏറ്റവും കൂടുതൽ മലയാളികൾ കാണുന്ന ഒരു ലോകകപ്പ് എന്ന് ഞാനിപ്പോൾ തന്നെ പ്രവചിക്കുകയാണ്. കൂട്ടത്തിൽ ഈ 2027 ഏഷ്യൻ കപ്പ് ഇവിടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ആ ഏഷ്യൻ കപ്പ് വരുന്നതോടുകൂടി ഇവിടുത്തെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. സൗദി അറേബ്യയുടെ പ്രത്യേകിച്ച് ഈ ഈസ്റ്റേൺ കിഴക്കൻ പ്രവിശ്യയിൽ അതോടുകൂടി മാറ്റങ്ങളായിരിക്കും. ഒരു പൂർണ്ണമായിട്ടും മലയാളികൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു പെരുമഴക്കാലം തന്നെയായിരിക്കും ഇവിടെ വരാൻ. പ്രവാസികൾ എന്ന് പറയുന്നത് വളരെയധികം ഫ്രസ്ട്രേഷൻസോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ സൗദി അറേബ്യയിൽ. നമുക്കറിയാം അവിടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളമാണ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഇടയിൽ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെയധികം ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു വിനോദമാണ്. ഞങ്ങൾ സ്ത്രീകളടക്കം വളരെ ആവേശത്തോടു കൂടി ആണ് ഈ ഫുട്ബോളിനെ നോക്കിക്കാണുന്നത്. 2034 സൗദി അറേബ്യ പിന്നെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്റ്റേഡിയം വളരെയധികം വേഗത്തിൽ തന്നെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ ആയി തന്നെ 2027 ഏഷ്യ കപ്പ് നടക്കാനിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഈ സൗദി മലയാളികൾക്കിടയിലും എല്ലാവർക്കിടയിലും വളരെ ആവേശമാണ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏവരും കാത്തിരിക്കുന്ന ഒരു മാമാങ്കം തന്നെയായിരിക്കും സൗദി വേൾഡ് കപ്പും അതുപോലെ ഏഷ്യ കപ്പും ഒക്കെ. ഞാൻ സൗദിയിലെത്തിയിട്ട് ഏതാണ്ട് 27 വർഷങ്ങളായി. ഏഷ്യ കപ്പും അതുപോലെ വേൾഡ് കപ്പൊക്കെ വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 25 വർഷവും സാധിക്കാത്ത ഒരു കാര്യം ഈ വേൾഡ് കപ്പ് വരുന്ന അന്ന് നമുക്കിവിടെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. ആ ഒരു വല്ലാത്ത മനസ്സിന് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വേൾഡ് കപ്പ് സൗദിയിൽ എത്തുക എന്നതും അതിൽ പങ്കുചേരുക എന്നുള്ളത്. ഓരോ ദിവസവും അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ ഓരോ വർക്കുകളും അതിൻ്റെ പുരോഗതികളും ഇങ്ങനെ നോക്കിക്കണ്ടു പോകുന്ന ഒരു വിഷയമാണ് ഞാൻ. അപ്പം ആ വേൾഡ് കപ്പ് കണ്ണു നിറയെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് സ്പോർട്സ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഈ സ്റ്റേഡിയം ഖോബാറിനെ ലോകോത്തര കായിക നഗരമാക്കി മാറ്റും. GCCയിലെ മറ്റു രാജ്യക്കാർക്കെല്ലാം എളുപ്പത്തിലെത്താവുന്ന നഗരമാണ് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള ഖോബാർ. അതിനാൽ തന്നെ കിഴക്കിന്റെ അടയാളമായി ഇനി അരാംകോ സ്റ്റേഡിയം ഉണ്ടാകും.